സിപിഐഎമ്മിന്റെ മുതിർന്ന നേതാവ് ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അനുനയ നീക്കവുമായി മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ രംഗത്ത്. പാർട്ടി തന്നെ അവഹേളിച്ചുവെന്ന് സുധാകരൻ ചിന്തിക്കുമെന്ന് കരുതുന്നില്ലെന്ന് ഇ പി പറഞ്ഞു. നല്ല പക്വതയും അനുഭവ സമ്പത്തുമുള്ള ആളാണ് ജി സുധാകരൻ. ആ നിലയിൽ അദ്ദേഹം തെറ്റായ രീതിയിൽ ചിന്തിക്കില്ലെന്നാണ് തന്റെ വിശ്വാസമെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജി സുധാകരനെ പാർട്ടി എല്ലാ രീതിയിലും പരിഗണിച്ചിട്ടുണ്ട്. ഒരു പോരായ്മയും അദ്ദേഹത്തോട് കാണിച്ചിട്ടില്ല. പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ അദ്ദേഹം ഇരുന്നിട്ടുണ്ടെന്നും ഇ പി ഓർമ്മിപ്പിച്ചു. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി കാലം തൊട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. ആ സൗഹൃദവും അനുഭവ സമ്പത്തും അദ്ദേഹത്തിനുണ്ട്. അതിനാൽ പെട്ടെന്ന് വൈകാരികമായി അദ്ദേഹം ചിന്തിക്കില്ല. ഒരുപാട് കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവാണ് അദ്ദേഹം. പാർട്ടിക്കുണ്ടായ വളർച്ചയിലും തളർച്ചയിലും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്നും ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു. 63 വർഷത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള താൻ ഇനി അംഗത്വം പുതുക്കുന്നില്ലെന്നായിരുന്നു സുധാകരനെ ഞെട്ടിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായി. പാർട്ടിയിൽ തുടർന്ന് പുതിയ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതുകൊണ്ടാണ് മാറി നിൽക്കുന്നതെന്നുമാണ് സുധാകരൻ വ്യക്തമാക്കിയത്. പ്രാദേശിക നേതൃത്വം തന്നെ ആസൂത്രിതമായി അവഗണിക്കുകയാണെന്ന് സുധാകരൻ കുറ്റപ്പെടുത്തി. തന്നെ പരിപാടികളിൽ നിന്ന് ബോധപൂർവ്വം മാറ്റി നിർത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനത്തിൽ തന്നെ കളിയാക്കി ചിരിച്ചുവെന്നും താൻ പരിഗണന അർഹിക്കാത്തവനാണെന്ന തരത്തിൽ സംസാരിച്ചുവെന്നും സുധാകരൻ ആരോപിച്ചു. സെക്രട്ടറിയുടെ പരിഹാസം കേട്ട പത്രക്കാർ പൊട്ടിച്ചിരിച്ചുവെന്നും ഇത് തന്നെ വേദനിപ്പിച്ചുവെന്നും സുധാകരൻ തന്റെ കുറിപ്പിൽ വേദനയോടെ കുറിച്ചു. സെക്രട്ടറി നടത്തിയ തെറ്റായ പ്രയോഗങ്ങൾ തിരുത്താനോ ചോദ്യം ചെയ്യാനോ പാർട്ടിയിൽ ആരും തയ്യാറായില്ലെന്നത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റുവാങ്ങിയ തന്നെ അടിയന്തരാവസ്ഥ വാർഷിക ചടങ്ങിൽ പോലും ക്ഷണിച്ചില്ലെന്നത് ക്രൂരമായ അവഗണനയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വന്തം വീടിന് സമീപം നടന്ന പരിപാടിയിൽ പോലും ഒരു ക്ഷണക്കത്ത് നൽകാൻ പ്രാദേശിക നേതൃത്വം തയ്യാറായില്ലെന്ന് സുധാകരൻ തുറന്നടിച്ചു. കഴിഞ്ഞ 5 വർഷമായി ജില്ലാ സെക്രട്ടറി തനിക്ക് ഒരു പൊതുപരിപാടിയും നൽകിയിട്ടില്ലെന്ന് ആലപ്പുഴയിലെ വിഭാഗീയതയെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മെമ്പർഷിപ്പ് സ്ക്രൂട്ടണിയുടെ കാലത്ത് ആരും ആവശ്യപ്പെടാതെ തന്നെ താൻ അംഗത്വം പുതുക്കാതിരിക്കുകയാണെന്ന് സുധാകരൻ വ്യക്തമാക്കി. സുധാകരനെ അനുനയിപ്പിക്കാൻ പ്രാദേശിക നേതൃത്വം ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. ജില്ലാ സെക്രട്ടറി ഫോണിൽ വിളിച്ചുവെങ്കിലും സുധാകരൻ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. പാർട്ടിയുമായുള്ള ബന്ധം അദ്ദേഹം പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണോ എന്ന് അണികൾ ആശങ്കപ്പെടുന്നു. സുധാകരനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പ്രവർത്തകർക്കിടയിൽ ഈ അവഗണന വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കും. സുധാകരന്റെ ആരോപണങ്ങളിൽ സംസ്ഥാന നേതൃത്വം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇ പി ജയരാജന്റെ വാക്കുകളിലൂടെ അനുരഞ്ജനത്തിന്റെ പാത തുറക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. ആലപ്പുഴയിലെ CPIM-ലെ ഏറെക്കാലമായി നിലനിൽക്കുന്ന വിഭാഗീയതയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് സുധാകരന്റെ ഈ പിന്മാറ്റം. ഇ പി ജയരാജന്റെ ഇടപെടൽ ഫലം കാണുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.